RG സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് NMM സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഫിസിക്സിലെ ഭൗതിക ശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. മോഷൻ അഥവാ ചലനം 9ാമത്തെ ചാപ്റ്ററാണ് ബേസിക് സയൻസിലെ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇതുവരെ NMM സ്കോളർഷിപ്പിന് വന്ന ചോദ്യങ്ങൾ, അതായത് 2015 മുതൽ 2020 വരെയുള്ള വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ, ഒപ്പം ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഈ ചാനൽ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട വീഡിയോയിലേക്ക് പോകാം. ഈ ചാപ്റ്റർ മോഷൻ അഥവാ ചലനം, ഈ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഏതാനും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രധാനമായിട്ടും ധാരാളം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ്. അതിനുശേഷം 20-25 ചോദ്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണേണ്ടതാണ്. ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ ചാപ്റ്ററിൻ്റെ മോഷൻ അഥവാ ചലനം എന്ന പാഠം പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ദൂരവും സ്ഥാനാന്തരവും. എന്താണ് ദൂരം? നമുക്കറിയാം ദൂരം എന്താണെന്ന്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ പാത്ത് ട്രാവൽഡ് എന്നാണ് പറയുന്നത്. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. അത് നമുക്കറിയാം. എന്തായാലും നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളത്തെയാണ് ദൂരം എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് സ്ഥാനാന്തരം, അല്ലെ? ഒരു അന്തരം, സ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തരം ആ വാക്കിൽ തന്നെയുണ്ട്, സ്ഥാനാന്തരം. Displacement is the straight line distance from the initial position to the final position. അതാണ് ശ്രദ്ധിക്കേണ്ടത്. Initial position to the final position. It has both magnitude and direction. Its unit is meter. അതായത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ്. അയാൾ എ എന്നൊരു സ്ഥാനത്ത് നിന്ന് ബി എന്നൊരു സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ അത് സഞ്ചരിച്ച പാതയുടെ ദൂരമാണ്. അതിനെ ദൂരം എന്ന് പറയാം. എന്നാൽ അത് ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്ക്, എയിൽ നിന്ന് ബിയിലേക്ക് അദ്ദേഹം മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്ത്യസ്ഥാനത്തേക്കുള്ള ആ നേർരേഖാ ദൂരത്തെയാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇതിന് ദിശയും പരിമാണവും ഉണ്ട്. ഇതിൻ്റെ യൂണിറ്റ് മീറ്റർ ആകുന്നു. ഇപ്പോൾ ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്ററാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് മീറ്ററാണ്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം. അതായത് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ദ സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദി ഫൈനൽ പൊസിഷൻ. ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എന്നാൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ്, സഞ്ചരിച്ച പാതയുടെ നീളമാണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം. സ്കാലർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്, അതിശയ അളവുകളും സദിശയ അളവുകളും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ സെക്ഷനിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. ഏത് NMMS പരീക്ഷ എടുത്താലും ഈ സദിശയ അളവുകളും അതിശയ അളവുകളും, സ്കാലർ ക്വാണ്ടിറ്റീസും വെക്ടർ ക്വാണ്ടിറ്റീസുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. അതായത് സ്കാലർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസ് തന്നിട്ട് അതിലൊരു വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾ കൂട്ടിച്ചേർക്കും. അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ നോക്കാം എന്താണ്. ആദ്യം നമ്മൾ സ്കാലർ ക്വാണ്ടിറ്റീസ് ആണ് നോക്കുന്നത്. അതിശയ അളവുകൾ, അതിൽ തന്നെയുണ്ട് ആ വന്നിട്ടുണ്ട്. അതായത് ദിശ, അതിശയ അളവുകൾ എന്ന് പറയുമ്പോൾ ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകളാണ്. നോക്കാം. Physical quantities of which the direction is not to be indicated as scalar quantities. Physical quantities of which the direction is not to be indicated as scalar quantities. ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിശയ അളവുകൾ എന്ന് വിളിക്കുന്നത്. ദിശ പ്രസ്താവിക്കേണ്ടതൊന്നുമില്ല. അതിന് ഉദാഹരണം, ഈ ഉദാഹരണമാണ് വളരെ പ്രധാനപ്പെട്ട, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മാസ്, ലെങ്ത്, ടൈം, വോളിയം, സ്പീഡ്, വർക്ക്, ഡെൻസിറ്റി എക്സെട്ര. ഇതൊക്കെ എന്താണ്? മാസ് പിണ്ഡം, ലെങ്ത് ദൂരം, ടൈം സമയം, വോളിയം വ്യാപ്തം, സ്പീഡ് വേഗത, വർക്ക് പ്രവൃത്തി, ഡെൻസിറ്റി. ഇവയെല്ലാം എന്ത് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ആണ്? സ്കാലർ ക്വാണ്ടിറ്റീസ് ആണ്, അതിശയ അളവുകളാണ്. ഇവയ്ക്ക് ഒരിക്കലും ദിശ പ്രസ്താവിക്കേണ്ടതില്ല. അപ്പൊ ഈ ഉദാഹരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് കാണാണ്ട് പഠിക്കണം, ഇത് എഴുതിയെടുക്കുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. സ്കാലർ ക്വാണ്ടിറ്റീസ്. ഇനി നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസ് എന്താ നോക്കാം. അപ്പോൾ ഒരെണ്ണം ദിശ പ്രസ്താവിക്കേണ്ടതാണെങ്കിൽ ഇത് ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ്. അപ്പൊ നോക്കാം. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഹാവിംഗ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ റിഫേർഡ് ടു ആസ് വെക്ടർ ക്വാണ്ടിറ്റീസ്. പരിമാണത്തോടൊപ്പം എന്തും കൂടെ ചേർത്ത് പറയുന്നു?
ദിശ ആൻഡ് ഡയറക്ഷൻസ് ആർ റിഫേർഡ് ടു ആസ് വെക്ടർ കോർഡിനേറ്റ്. ദിശ ചേർത്ത് പറയുന്ന അളവുകളെയാണ് സദിശ അളവുകൾ എന്ന് പറയുന്നത്. സദിശ അളവുകൾ. അപ്പോൾ ഇതിന്റെ ഉദാഹരണമാണ് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. നോക്കുക, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം, ആക്സിലറേഷൻ ത്വരണം, ഫോഴ്സ് ബലം, ഇവയെല്ലാം എന്താണ്? സദിശ അളവുകൾ. ഈ ഉദാഹരണം കാണാണ്ട് പഠിക്കണം, ഇത് എഴുതിയെടുത്തോളുക. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെന്റ്, ആക്സിലറേഷൻ, ഫോഴ്സ്, ഇതൊരു ടേബിൾ ആക്കി തീർക്കുക. അതിശ അളവുകളും സദിശ അളവുകളും, സ്കാലർ ക്വാണ്ടിറ്റീസ്, വെക്ടർ ക്വാണ്ടിറ്റീസിന്റെ ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾക്ക് ഒരു മാർക്ക് നഷ്ടപ്പെടാതിരിക്കും. അടുത്ത സെക്ഷൻ ഈ പാഠം പഠിക്കുമ്പോൾ ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്പീഡാണ്, 2 വെലോസിറ്റി ആണ്, 3 ആക്സിലറേഷൻ ആണ്. അപ്പൊ ആദ്യം നമുക്ക് സ്പീഡും വെലോസിറ്റി എന്താന്ന് നോക്കാം. സ്പീഡ് ആൻഡ് വെലോസിറ്റി, വേഗവും പ്രവേഗവും. കണ്ടോ, വേഗവും പ്രവേഗവും, അതിനകത്ത് എന്നൊരു പദം കൂടി വന്നിട്ടുള്ളൂ അല്ലേ? സ്പീഡ് ആൻഡ് വെലോസിറ്റി. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ യൂണിറ്റ് ടൈം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, നമ്മൾ ഒരു വാഹനം സഞ്ചരിക്കാൻ സ്പീഡ് പറയാറുണ്ട്. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് വേഗം. അതാണ്, ദൂരമാണ്, സഞ്ചരിച്ച ദൂരമാണ് വേഗം. ഇത്ര സമയം കൊണ്ട് ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് പറയുന്നത് വേഗം എന്ന് പറയുന്നത്, ഡിസ്റ്റൻസ്. ഇനി ഈ സ്പീഡ് കണ്ടെത്താനുള്ള സമവാക്യം പറയാം, ഡിസ്റ്റൻസ് ബൈ ടൈം. അതായത് സ്പീഡ് കണ്ടെത്തണമെങ്കിൽ, വേഗം കണ്ടെത്തണമെങ്കിൽ എങ്ങനെയാണ്? ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ദൂരം ഹരിക്കണം സമയം. ഡിസ്റ്റൻസ് ബൈ ടൈം, ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്, ഇത് കാണാണ്ട് പഠിച്ചോളുക. സ്പീഡ് എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ്. ഇനി വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? വെലോസിറ്റി ഈസ് ദി ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. ഇത് നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്ന ഒരു പദമാണ്. വെലോസിറ്റി, പ്രവേഗം. പ്രവേഗം എന്ന് പറയുന്നത് യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ്. സ്ഥാനാന്തരം എന്താ നമ്മൾ കണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഇൻ യൂണിറ്റ് ടൈം. യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. അപ്പോൾ ഇവിടെ വെലോസിറ്റി കണ്ടെത്താനുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. അതായത് പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ഹരിക്കണം സമയം എന്നാണ്. സ്ഥാനാന്തരം ബൈ സമയം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം വെലോസിറ്റിയാണ്. അതായത് പ്രവേഗം എന്ന് പറയുന്നത് സ്ഥാനാന്തരം ബൈ സമയമാണ്. യൂണിറ്റ് സമയത്തിനുണ്ടാകുന്ന സ്ഥാനാന്തരം, എന്ത് മാറ്റമാണ് അവിടെ നടന്നിട്ടുള്ളത്, അതാണ് പ്രവേഗം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിന് 2 സമവാക്യം പഠിച്ചു. ഇനി മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ ത്വരണം, മലയാളത്തിൽ ത്വരണം എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴും NMS സ്കോളർഷിപ്പിന് ഒരു പ്രോബ്ലം വരാറുണ്ട്. നോക്കാം. ആക്സിലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് പറയുന്നത്. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ്. പ്രവേഗമാറ്റത്തിന്റെ അതെത്രയാ, ആ മാറ്റത്തിന്റെ നിരക്കിനെയാണ് പറയുന്നത് ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രവേഗമാറ്റത്തിന് നിരക്ക് കൂടുതലോ കുറവോ എന്നുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആക്സിലറേഷന്റെ എങ്ങനെയാണ് ആക്സിലറേഷൻ അഥവാ ത്വരണം കാണുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതിനൊരു സമവാക്യമുണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ആണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യ പ്രവേഗത്തിനാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ കാണുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അതായത് പ്രവേഗമാറ്റം ബൈ സമയമാണ്. പ്രവേഗമാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി കുറയ്ക്കുന്നതാണ്. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറയ്ക്കുന്നതാണ് എന്ത്? പ്രവേഗ മാറ്റം, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി. അപ്പോൾ ആക്സിലറേഷൻ കാണുന്നത് എങ്ങനെയാണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ത്വരണം കാണുന്നത് പ്രവേഗമാറ്റം ബൈ സമയം. ഇനി പ്രവേഗമാറ്റം എന്താണ്? പ്രവേഗമാറ്റം നമുക്ക് V മൈനസ് യു എന്ന് വിശേഷിപ്പിക്കാം. എന്താണ് V? ഫൈനൽ വെലോസിറ്റി. V മീൻസ് V എന്താണ് അർത്ഥമാക്കുന്നത്? ഫൈനൽ വെലോസിറ്റി. യു എന്താണ് അർത്ഥമാക്കുന്നത്? ഇനീഷ്യൽ വെലോസിറ്റി. അതായത് V എന്ന് പറയുന്ന അന്ത്യപ്രവേഗമാണ്, യു എന്ന് പറയുന്നത് ആദ്യ പ്രവേഗമാണ്. അപ്പോൾ അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറച്ച് അതിനെ എത്ര കൊണ്ട്, സമയം കൊണ്ട് ഹരിക്കുന്നതാണ് എന്ത്? ത്വരണം അഥവാ ആക്സിലറേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യത്തെ ചോദ്യം നോക്കുക. ഇത് NMS 2018 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കാലർ ക്വാണ്ടിറ്റി? താഴെ പറയുന്നതിൽ അതിശയ അളവ് ഏതാണ്? നമ്മൾ അതിശയ അളവുകളെ കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? ഞാൻ അതിനു മുമ്പ് പറഞ്ഞ അതിശയ അളവുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത് നോക്ക്. അതിശയവും സദിശവും എല്ലാം ചോദിക്കും. ഡിസ്പ്ലേസ്മെന്റ്, മാസ്, വെലോസിറ്റി, ആക്സിലറേഷൻ. അതായത് സ്ഥാനാന്തരം, മാസ്, പ്രവേഗം, ത്വരണം. ഇതിൽ ഒരെണ്ണം ഒഴിച്ച് ബാക്കി ഉള്ളത് എല്ലാം എന്താണ്? സദിശ അളവുകളാണ്. അപ്പൊ ഏതാണ് ഇതിലെ അതിശയ അളവ് എന്ന് പറയുന്നത്? ദിശ പ്രസ്താവിക്കേണ്ടാത്ത അളവുകൾ ഏതാണ്? മാസ് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം ദിശ പ്രസ്താവിക്കേണ്ട അളവുകൾ തന്നെയാണ്.
അത് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം, ഇവയൊക്കെ എന്താണ്? സദിശ അളവുകളാണ്, അതായത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. എന്നാൽ സ്കാലർ ക്വാണ്ടിറ്റി ഏതാണ്? മാസ് മാത്രമാണ് സ്കാലർ ക്വാണ്ടിറ്റി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2, NMS 2017 ചോദിച്ച ചോദ്യം. ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് യൂണിഫോം വെൻ ഇറ്റ് കവേഴ്സ്. ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. നമ്മളൊരു കാറിന്റെ ഒക്കെ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു വൃത്താകാര പാതയിൽ സഞ്ചരിച്ചാൽ എന്ത്, അല്ലെങ്കിൽ ആ രീതിയിൽ നേർരേഖയിൽ സഞ്ചരിച്ചാൽ എന്തെന്നുള്ളത് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. രണ്ടാമത്തത് പറയുന്ന അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അത് തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സർക്കുലർ പാത്ത്. അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം വൃത്താകാരമായ പാതയിൽ സഞ്ചരിക്കുന്നു. നാലാമത്തെ പറയുന്ന അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സർക്കുലർ പാത്ത്. അത് തുല്യ സമയത്തിൽ വ്യത്യസ്ത ദൂരം വൃത്താകാരമായ പാതയിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഈ 4 ഓപ്ഷനിലെ ശരിയായ ഉത്തരം എന്താണ്? വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് യൂണിഫോം വെൻ ഇറ്റ് കവേഴ്സ്. ഒരു വസ്തു സമപ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ എന്താണ്? അത് തുല്യ സമയത്തിൽ തുല്യ ദൂരം നേർരേഖയിൽ സഞ്ചരിക്കുമ്പോഴാണ് സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് തെറ്റിക്കരുത്. ഇത് പലപ്പോഴും ചോദിക്കാറുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ കാർ ട്രാവൽസ് 8 കിലോമീറ്റർ ടുവാർഡ്സ് ഈസ്റ്റ്. അതായത് ഒരു കാർ 8 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. ഇത് ഇവിടെ നിന്ന് ഈ പൊസിഷനിൽ നിന്ന് ഒരു കാറ് 8 കിലോമീറ്റർ കിഴക്കോട്ട് പോകുന്നു. ഇങ്ങോട്ട് കിഴക്കോട്ട്, ഇതാണ് കിഴക്ക് ഡയറക്ഷൻ. ഇതാ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, പടിഞ്ഞാറ്, കിഴക്ക്, വടക്ക്, തെക്ക് നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു എ കാർ ട്രാവൽസ് 8 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്, കിഴക്കിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ആൻഡ് ദെൻ 6 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് നോർത്തിലേക്ക് വീണ്ടും പോകുന്നു. എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ. പിന്നെന്താണ് പറയുന്നത്? ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഈസ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദി കാർ ഈസ്. കാറിന്റെ സ്ഥാനാന്തരം എത്രയാണ്? അപ്പൊ ഇവിടെ നിന്ന് അവർ കാറ് സഞ്ചരിച്ച് ഇങ്ങനെ പോയി ഇവിടെ എത്തി. അപ്പൊ ഈ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? പൊസിഷൻ എക്സ് ആണ്. അതായത് ഈ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ആദ്യ സ്ഥലവും അവസാന സ്ഥലവും തമ്മിലുള്ള ഇതല്ലേ. അപ്പൊ സ്ഥാനാന്തരം ഇപ്പോൾ നമുക്ക് കണ്ടെത്താം. ഇതെങ്ങനെയാണ് സ്ഥാനാന്തരം കണ്ടെത്തേണ്ടത്? നമുക്ക് ഇവിടെ പൈതഗോറസ് തിയറി പ്രയോഗിക്കാവുന്നതാണ്. കാരണം ഇത് നമുക്കൊരു മട്ട ത്രികോണം തന്നെയാണ്, കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. 8 കിലോമീറ്റർ അത് സഞ്ചരിച്ചു. അതിനുശേഷം 6 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരു പൈതഗോറസ് തിയറം പ്രകാരമാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എക്സ്, ഇവിടെ എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ്, ഈക്വൽ സ്ക്വയർ റൂട്ട് ഓഫ് പൈതഗോറസ് തിയറം എന്താണ് പറയുന്നത്? പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം സ്ക്വയർ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ സമം കർണം സ്ക്വയർ എന്നാണ് പറയുന്നത്. ഹൈപ്പോട്ടൻസിസും നിങ്ങൾ പറയുന്നുണ്ട്. അത് ബേസും ഹൈറ്റും തമ്മിലുള്ള ഈ തിയറി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പൈതഗോറസ് തിയറി. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ബേസ് ഉണ്ട്, അതിൻ്റെ ഹൈറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ പാദമുണ്ട്, ലംബമുണ്ട്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ, ഇതാണ് 8 സ്ക്വയർ പ്ലസ് സ്ക്വയർ റൂട്ട് 6 സ്ക്വയർ സമം എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് കിട്ടും. അപ്പൊ സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക. സ്ക്വയർ റൂട്ട് ഓഫ് 8 സ്ക്വയർ എന്ന് പറയുന്നത് 64, 6 സ്ക്വയർ എന്ന് പറയുന്നത് 36. അപ്പൊ 64 36 എത്രയാണ്? 100 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 100 എത്രയാണ്? അങ്ങനെ വരുമ്പോൾ എക്സ് കിട്ടുന്നു. എത്രയാണ് ഉത്തരം കിട്ടിയത്? 10. അപ്പൊ 10 ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. 10 കിലോമീറ്റർ ആണ്. ഒരു കാർ 8 കിലോമീറ്റർ കിഴക്കോട്ടും 6 കിലോമീറ്റർ വടക്കോട്ടും ഓടുന്നു. കാറിന്റെ സ്ഥാനാന്തരം. ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം. ഒരു കാർ 4 കിലോമീറ്റർ കിഴക്കോട്ടും 3 കിലോമീറ്റർ വടക്കോട്ടും ഓടുന്നു എന്ന് പറഞ്ഞാൽ കാറിന്റെ സ്ഥാനാന്തരം അവിടെയും പൈതഗോറസ് തിയറം 4 3 3 4 വന്നാൽ പിന്നെ 5 ആയിരിക്കും. അപ്പൊ ഇവിടെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് ഇപ്പൊ നമുക്ക് ഇതിന് ഉത്തരം കിട്ടി. എത്രയാണ്? 10 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കാം. NMS 2016 ചോദിച്ച ചോദ്യമാണ്. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് അറ്റ് ദി മാക്സിമം ഹൈറ്റ് ഇറ്റ്സ്. ഒരു പന്ത് ലംബമായി മുകളിലേക്ക് എറിയുന്നു. പരമാവധി ഉയരത്തിലെത്തുമ്പോൾ നമ്മുടെ പുസ്തകത്തിൽ കൃത്യമായി കോളത്തിൽ ഒരു സൈഡിൽ കോളത്തിൽ കൊടുത്തിട്ടുള്ളതാണിത്.
പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല. എ ബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് അറ്റ് ദി മാക്സിമം ഹൈറ്റ്. ഇറ്റ്സ് ഒരു പന്ത് ലംബമായ മുകളിലേക്ക് ഇറങ്ങുന്നു, അത് പരമാവധി ഉയരത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ്. വെലോസിറ്റി ഈസ് സീറോ ആൻഡ് ദർ ഇസ് നോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ, വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പ്രവേഗം 0 ത്വരണമില്ല. ആക്സിലറേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ത്വരണം പ്രവേഗത്തെ ആശ്രയിക്കുന്നില്ല. ആക്സിലറേഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. അടുത്ത, ആക്സിലറേഷൻ ഈസ് പ്രസന്റ് ആൻഡ് വെലോസിറ്റി ഈസ് നോട്ട് സീറോ. ത്വരണമുണ്ട്, ആക്സിലറേഷൻ ഈസ് പ്രസന്റ് ആൻഡ് വെലോസിറ്റി ഈസ് നോട്ട് സീറോ, പക്ഷെ പ്രവേഗം 0 അടുത്തത് 4ാമത്തെ, നൺ ഓഫ് ദീസ്. ഇതൊന്നുമല്ല. എന്താണ് ഇതിൽ ഉത്തരം? നൺ ഓഫ് ദീസ് ആണ്, ഇതൊന്നുമല്ല. അവിടെ എന്താണ് ശരിക്കും വേണ്ടത്? ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഈസ് പ്രസന്റ്. ആക്സിലറേഷൻ ഒരിക്കലും നോട്ട് സീറോ, അല്ല, പക്ഷെ ആക്സിലറേഷൻ ഉണ്ട്, ആക്സിലറേഷൻ ഈസ് പ്രസന്റ് ആൻഡ് വെലോസിറ്റി ഈസ് സീറോ. ഈ മൂന്നാമത്തേൽ ഒരു നോട്ടില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഇത് ശരിയായി പോകുമായിരുന്നു. അപ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഈസ് പ്രസന്റ് ആൻഡ് വെലോസിറ്റി ഈസ് സീറോ. ത്വരണമുണ്ട്, പ്രവേഗം 0 ഇതാണ്. ഏറ്റവും ഉയരത്തിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും? അതിന്റെ പ്രവേഗം 0 നമ്മൾ പഠിക്കുന്നുണ്ട്, കൃത്യമായി നമ്മൾ പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതൊന്ന് നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഫൈനൽ വെലോസിറ്റി. ഇത് കൃത്യമായിട്ട് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതാണ്. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിന്റെ ആദ്യ പ്രവേഗം 0 അതിന്റെ ആദ്യ വെലോസിറ്റി 0 The initial velocity of a body is 0. എപ്പോ? whenever the body starts from rest. അത് നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോഴും or is subjected for a free fall. അത് നിർബാധം താഴേക്ക് പതിക്കും, ഉയരത്തിൽ നിന്ന് ഒരു നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും അതിന്റെ വെലോസിറ്റി എത്രയാണ്? 0. നമ്മുടെ ചോദ്യം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. The final velocity is 0 when a body comes to rest. അതായത് ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ ആ വസ്തുവിന്റെ അന്ത്യപ്രവേഗവും 0. ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അതിന്റെ അന്ത്യപ്രവേഗവും എന്ത് തന്നെയായിരിക്കും? 0. അപ്പൊ ആദ്യ പ്രവേഗം 0 ആണെന്ന് നമ്മൾ കണ്ടു. നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ അതിന്റെ ആദ്യ പ്രവേഗം 0. അതേപോലെ തന്നെ അത് നിശ്ചലാവസ്ഥയിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ അതിന്റെ അന്ത്യപ്രവേഗവും 0. അതുപോലെ ഇനി ഇപ്പൊ നമ്മൾ കണ്ട ചോദ്യത്തിന്റെ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ when a body is thrown up, the final velocity will be 0 when it reaches the topmost position. ഇപ്പൊ നമ്മൾ കണ്ടതാണ് മുകളിലേക്ക് എറിയുമ്പോൾ. അതുപോലെ മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിന്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ അന്ത്യപ്രവേഗം എന്തായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 0. When a body is thrown up, the final velocity will be 0 when it reaches the topmost position. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇന്ന് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഇനി നോക്കുക, ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കുക. NMS 2014 ചോദിച്ച മറ്റൊരു ചോദ്യം. An object moving at 30 meters per second is brought to a halt in 15 seconds by applying a force in a direction opposite to the motion. Find out the acceleration of the object in these 15 seconds. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. നോക്കാം. 30 മീറ്റർ പെർ സെക്കൻഡിൽ വേഗതയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് എതിരായി ബലം പ്രയോഗിച്ച് 15 സെക്കൻഡ് സമയം കൊണ്ട് ഇതിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. വസ്തുവിന് ഈ 15 സെക്കൻഡ് ഉണ്ടായ ത്വരണം കണക്കാക്കുക എന്നാണ് പറഞ്ഞേക്കുന്നത്. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്ന് മനസ്സിലാകും. 30 മീറ്റർ പെർ സെക്കൻഡ് തുടങ്ങുമ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് എതിരായി ബലം പ്രയോഗിച്ച് 15 സെക്കൻഡ് സമയം കൊണ്ട് ഇതിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരും. അപ്പൊ അവസാനം എന്ത് സംഭവിക്കും? ഇത് നിശ്ചലാവസ്ഥയിൽ. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അവസാനം നിശ്ചലാവസ്ഥയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കുമല്ലോ. തുടക്കത്തിൽ എന്താണ്? 30 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലായി, 30. ഇനി അതിന് എത്ര സമയം എടുത്തു? ഇതിനെ നിശ്ചലാവസ്ഥയിലാക്കാൻ വേണ്ടി എത്ര സമയം എടുത്തേ? 15 സെക്കൻഡ് സമയം. കണ്ടോ? അപ്പോൾ ഒരു വസ്തു 30 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ ചലനദിശയ്ക്ക് എതിരായ ഒരു ബലം പ്രയോഗിച്ച് 15 സെക്കൻഡ് സമയം കൊണ്ട് ഇതിനെ നിശ്ചലാവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. വസ്തുവിന് ഈ 15 സെക്കൻഡിലുണ്ടായ ആക്സിലറേഷൻ ത്വരണം കണക്കാക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൽ നമ്മൾ ആക്സിലറേഷൻ കണക്കാക്കാനുള്ള സമവാക്യം പഠിച്ചിട്ടുണ്ട്. പ്രവേഗത്തിലുണ്ടാകുന്ന മാറ്റവും അതിനെ സമയം കൊണ്ട് ഹരിച്ചാൽ മതി. പ്രവേഗത്തിലുണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയമാണ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് പോകാം. ഇതാ, നിശ്ചലാവസ്ഥയിൽ വന്നതിനാൽ അവസാനത്തെ പ്രവേഗം എന്തായിരിക്കും? അവസാനം നിശ്ചലാവസ്ഥയിൽ വരുന്നെന്ന് പറയുന്നുണ്ട് ഈ 15 സെക്കൻഡ് സമയം കൊണ്ട്. അപ്പൊ അതിന്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്? 0.
ഇനി ആദ്യ പ്രവേഗം എന്താണ്? 30 മീറ്റർ പെർ സെക്കൻഡിൽ വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ. അപ്പൊ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി സമയം എത്രയാ? എത്ര സമയം കൊണ്ടാണ് ഇത് നിശ്ചലാവസ്ഥയിലേക്ക് വന്നേക്കുന്നത്? 15 സെക്കൻഡ്. അപ്പൊ നമുക്ക് വളരെ എളുപ്പമായിട്ട് കിട്ടും. ആക്സിലറേഷൻ ത്വരണം എന്ന് പറയുന്നത് A സമം V മൈനസ് U എന്ന് പറഞ്ഞാൽ അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയം. എത്രയാണ് അന്ത്യപ്രവേഗം? എത്രയാണ്? 0. അന്ത്യപ്രവേഗം 0. അതേപോലെ ആദ്യപ്രവേഗം എത്രയാണ്? 30 ബൈ 15. അപ്പൊ ഇവിടെ എന്താണ്? 0 മൈനസ് 30 എന്ന് പറഞ്ഞാൽ മൈനസ് 30 ആണ്. മൈനസ് 30 ബൈ 15 എന്നാണ് വരുന്നത്. മൈനസ് 30 ബൈ 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൈനസ് 30 ബൈ 15 എന്ന് പറയുമ്പോൾ മൈനസ് 30 ബൈ 15 എന്ന് പറയുമ്പോൾ എത്രയാണ് കിട്ടുക? മൈനസ് 30 ബൈ 15 എന്ന് പറഞ്ഞാൽ മൈനസ് 2 എന്നുള്ളതാണ് ഉത്തരം. നമുക്ക് ഇവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. -2 അല്ലേ? -2 എന്നാണ്. കാരണം എന്താണ് മൈനസ് കിട്ടിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 0 മൈനസ് 30 ആയതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഉത്തരം -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ആക്സിലറേഷന്റെ യൂണിറ്റ്, ത്വരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ചോദ്യം നോക്കാം. Question number 6. NMOS 2015 ചോദിച്ച ഒരു ചോദ്യം. A lorry traveling with a velocity of 30 meter per second came to rest in 5 seconds. What is its acceleration? ഇത് നോക്കുക. ഇതേ നേരത്തെ സമാനഗതിയിലുള്ളതാണ്. 30 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു ലോറി 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ തുടങ്ങത്തെ ആദ്യ പ്രവേഗം എന്താ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഒരു ലോറി 5 സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിലാകുന്നു. അപ്പൊ അന്ത്യപ്രവേഗം നിശ്ചലാവസ്ഥയിലായി. എന്താന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എത്ര സെക്കൻഡ് സമയവും കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ത്വരണം എന്ത്? ഇപ്പൊ നിശ്ചലാവസ്ഥയിൽ വന്നതിനാൽ അന്ത്യപ്രവേഗം എന്താണ്? നിശ്ചലാവസ്ഥയിൽ വന്നതിനാൽ അന്ത്യപ്രവേഗം 0 ആണ്. ആദ്യപ്രവേഗം എന്താണ്? 30. നേരത്തെ ചെയ്തിരുന്ന സമയത്തിലുള്ള മാത്രം മാറ്റുള്ളൂ. നേരത്തെ 15 ആകുമ്പോൾ ഇവിടെ 5 ആയി. അത്രയേ ഉള്ളൂ. അപ്പൊ A സമം V മൈനസ് U ബൈ T. 0 മൈനസ് 30 ബൈ 5. മൈനസ് 30 ബൈ 5 എന്ന് പറഞ്ഞാൽ -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടെ -30 ബൈ 5 എന്നാണ്. അപ്പൊ അതുകൊണ്ട് -6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ കാർ വിച്ച് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് അക്വയർഡ് എ വെലോസിറ്റി ഓഫ് 40 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 8 സെക്കൻഡ്? നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിച്ച, ഇവിടെ നോക്കിയ നിശ്ചലാവസ്ഥയിൽ നിന്നാണ്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിച്ച ഒരു കാറിന്റെ പ്രവേഗം 8 സെക്കൻഡ് കൊണ്ട്. സമയം എന്താണ്? 8 സെക്കൻഡ് സമയം കൊണ്ട് 40 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ, അപ്പോൾ അതായത് ഫൈനൽ വെലോസിറ്റി നമുക്ക് കിട്ടി. എന്താണ്? 40 മീറ്റർ പെർ സെക്കൻഡായി മാറിയെങ്കിൽ. കേട്ടോ, നിശ്ചലാവസ്ഥയിൽ നിന്ന് 8 സെക്കൻഡോട് 40 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഫൈനലും കിട്ടി, ഇനീഷ്യലും കിട്ടി. ആയി മാറിയെങ്കിൽ ത്വരണം എത്രയാണ്? ആക്സിലറേഷൻ കാണാൻ എളുപ്പമായി. ഇതെല്ലാം കിട്ടി. ആദ്യ പ്രവേഗം 0 ആണ് നിശ്ചലാവസ്ഥയിലായതുകൊണ്ട്. അന്ത്യപ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേപോലെ സമയം 8 മീറ്റർ സെക്കൻഡ് ആണ്. എങ്കിൽ ഈ സമവാക്യത്തിൽ അപ്ലൈ ചെയ്താൽ മതി. A സമം V മൈനസ് U ബൈ T. V എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അന്ത്യപ്രവേഗമാണ്. 40 മൈനസ് U എന്ന് പറയുന്നത് ആദ്യപ്രവേഗം 0 ആണ്. 40 മൈനസ് 0 ബൈ 8 എന്ന് പറഞ്ഞാൽ 40 ബൈ 8. ഇവിടെ മൈനസ് ഒന്നും വന്നിട്ടില്ല. 40 ആണ് ആദ്യം വന്നത്, പോസിറ്റീവ് സംഖ്യ. അപ്പൊ 40 ബൈ 8 എന്ന് പറയുന്നത് എത്രയാണ്? 8 40 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Question number 8. What is the unit for measuring the distance in the field of aviation and sea transportation? വ്യോമയാന സമുദ്ര ഗതാഗത രംഗത്ത് ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്? നോട്ടിക്കൽ മൈലാണ്. നോട്ടിക്കൽ മൈല് വ്യോമയാന സമുദ്ര ഗതാഗത രംഗത്ത്. വാട്ട് ഈസ് ദ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദി ഡിസ്റ്റൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് ഏവിയേഷൻ ആൻഡ് സീ ട്രാൻസ്പോർട്ടേഷൻ? വ്യോമയാന സമുദ്ര ഗതാഗത രംഗത്ത് ദൂരം അളക്കുന്നതിന്റെ യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. ഇനി ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് എത്രയാണ്? 1 നോട്ടിക്കൽ മൈൽ ഈസ് ഈക്വൽ ടു 1.852 കിലോമീറ്റർ. 1.852 കിലോമീറ്റർ, 1.852 കിലോമീറ്റർ ആണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് ഈസ് എ യൂണിറ്റ് ഫോർ മെഷറിംഗ് ദി സ്പീഡ് ഓഫ് എയറോപ്ലെയിൻസ് ആൻഡ് ഷിപ്സ്? വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത്? വിമാനങ്ങളുടെയും കപ്പലുകളുടെയും നോട്ട് എന്നാണ് അത് അറിയപ്പെടുന്നത്. വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗത അളക്കുന്ന യൂണിറ്റ് നോട്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഹാവിംഗ് യൂണിഫോം വെലോസിറ്റി ഈസ്? സമപ്രവേഗത്തിലുള്ള വസ്തുവിന്റെ ത്വരണം. സമപ്രവേഗത്തിലുള്ള വസ്തുവിന്റെ ആക്സിലറേഷൻ ഓഫ് എ ബോഡി ഹാവിംഗ് യൂണിഫോം വെലോസിറ്റി. സമപ്രവേഗത്തിലുള്ള വസ്തുവിന്റെ ത്വരണം എന്തായിരിക്കും?
പൂജ്യമായിരിക്കും. ശ്രദ്ധിക്കുക, പൂജ്യമായിരിക്കും. അതേപോലെ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി ഈസ്, ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ഫ്രീലി ഫാളിംഗ് ബോഡി ഈസ്, നമ്മൾ നേരത്തെ ആ കോളത്തിലെ വായിച്ചതാണ്. നിർബാധ പതനത്തിലുള്ള വസ്തുവിന്റെ ആദ്യ പ്രവേഗം 0. നിർബാധ പതനത്തിലുള്ള വസ്തുവിന്റെ ആദ്യ പ്രവേഗം എന്താണ്? 0 ആയിരിക്കും. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. എ സ്റ്റോൺ ദാറ്റ് ത്രോൺ വെർട്ടിക്കലി അപ്പ് റിട്ടേൺ ടു ദ ഹാൻഡ് ആഫ്റ്റർ റേസിംഗ് 10 മീറ്റർ. ഫൈൻഡ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. എ സ്റ്റോൺ ദാറ്റ് ത്രോൺ വെർട്ടിക്കലി അപ്പ് റിട്ടേൺ ടു ദ ഹാൻഡ് ആഫ്റ്റർ റേസിംഗ് 10 മീറ്റർ. അതായത് കുത്തനെ മുകളിലേക്ക് എറിഞ്ഞ കാലില് 10 മീറ്റർ ഉയർന്നതിന് ശേഷം അത് തിരികെ നമ്മുടെ കയ്യിലേക്ക് വരുന്നു. അപ്പോൾ അത് പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നല്ലോ, കയ്യിലേക്ക് പതിക്കുന്നുവെങ്കിൽ കല്ലിന്റെ ദൂരവും സ്ഥാനാന്തരവും. ഇപ്പൊ ദൂരം നമുക്കറിയാം, മുകളിലേക്ക് 10 മീറ്റർ പോയി, അതേ രീതിയിൽ തന്നെ താഴേക്ക് 10 മീറ്റർ. അപ്പൊ ദൂരം എത്രയാണ്? 20 മീറ്റർ. ഇപ്പൊ ഇവിടെ ദൂരവും കാണണം, സ്ഥാനാന്തരവും കാണണം. അതായത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ്, ദൂരവും കാണണം, ഡിസ്പ്ലേസ്മെന്റും. ഇപ്പൊ ദൂരം എത്രയാണ്? 19, 20 മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനാന്തരം എന്തായിരിക്കും? അതിന് സ്ഥാനാന്തരം ഉണ്ടോ? അത് പോയ സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ എന്തായിരിക്കും ഡിസ്പ്ലേസ്മെന്റ്? അവിടെ എന്തായാലും സംഭവിച്ചേക്കുന്നത് 0 ഇപ്പൊ യാതൊരു സംശയമില്ല, 20 മീറ്റർ ദൂരം, സ്ഥാനാന്തരം 0. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ ഡിക്രീസ് ഇൻ വെലോസിറ്റി ഈസ് നോൺ ആസ്. നെഗറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ത്വരണം അഥവാ പ്രവേഗത്തിന്റെ കുറവ് ഒക്കെ അറിയപ്പെടുന്നത് എന്താണ്? പ്രവേഗത്തിനുണ്ടാകുന്ന കുറവ്, നെഗറ്റീവ് ത്വരണം എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ്? റിട്ടാർഡേഷൻ ആണ്. റിട്ടാർഡേഷൻ, മന്ദീകരണം. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ മന്ദീകരണമാണ്. നെഗറ്റീവ് ത്വരണം അഥവാ പ്രവേഗത്തിന്റെ കുറവിന് പറയുന്ന റിട്ടാർഡേഷൻ ആണ്. അതേപോലെ ആക്സിലറേഷനെ പോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റിട്ടാർഡേഷൻ? മന്ദീകരണത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇത് ആക്സിലറേഷന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് റിട്ടാർഡേഷൻ? മന്ദീകരണത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അതായത് നെഗറ്റീവ് ത്വരണം, നെഗറ്റീവ് ആക്സിലറേഷൻ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? റിട്ടാർഡേഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്പീഡ്? സ്പീഡ്, വേഗത അളക്കുന്ന ഉപകരണം ഏത്? നമ്മുടെ പുസ്തകത്തിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏതാണ് വേഗത അളക്കുന്ന ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ സ്പീഡ്? വേഗത അളക്കുന്നതിന് ഉപകരണം സ്പീഡോമീറ്റർ. ആ പേര് തന്നെ ഉണ്ടല്ലേ, സ്പീഡോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. നെയിം ദ ഡിവൈസ് വിച്ച് മേക്സ് റിട്ടാർഡേഷൻ ഇൻ വെഹിക്കിൾ. വാഹനത്തിന് മന്ദീകരണം ഉണ്ടാക്കുന്ന സംവിധാനം ഏത്? നെയിം ദ ഡിവൈസ് വിച്ച് മേക്സ് റിട്ടാർഡേഷൻ ഇൻ വെഹിക്കിൾ. വാഹനത്തിന് മന്ദീകരണം ഉണ്ടാക്കുന്ന സംവിധാനം ഏതാണ്? ബ്രേക്ക് ആണ്, ബ്രേക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 17. എ ട്രെയിൻ ലീവ്സ് എ സ്റ്റേഷൻ ആൻഡ് സ്റ്റോപ്സ് അറ്റ് ദി നെക്സ്റ്റ് സ്റ്റേഷൻ. വാട്ട് ഈസ് എ വെലോസിറ്റി ചേഞ്ച് ഓഫ് ദി ട്രെയിൻ? ഒരു ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത സ്റ്റേഷനിൽ നിർത്തുന്നു. ട്രെയിൻ ഉണ്ടാകുന്ന പ്രവേഗ മാറ്റത്തിന്റെ ഗതി എന്താണ്? ഒരു ട്രെയിന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ട് അടുത്ത സ്റ്റേഷൻ നിർത്തുന്നത്. എ ട്രെയിൻ ലീവ്സ് എ സ്റ്റേഷൻ ആൻഡ് സ്റ്റോപ്സ് അറ്റ് ദി നെക്സ്റ്റ് സ്റ്റേഷൻ. വാട്ട് ഈസ് ദി വെലോസിറ്റി ചേഞ്ച് ഓഫ് ദി ട്രെയിൻ? അപ്പോൾ അവിടെ അതിന് പ്രവേഗ മാറ്റത്തിന്റെ ഗതിയാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ ഗതിയാണ് ഉണ്ടാകുന്നത്? ഫസ്റ്റ് ആക്സിലറേഷൻ ആണ് ഉണ്ടാകുന്നത്, ആദ്യം ത്വരണവും പിന്നീട് എന്താണ്? റിട്ടാർഡേഷനുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് ആക്സിലറേഷൻ ദെൻ റിട്ടാർഡേഷൻ. ചിലപ്പോൾ ഇത് 3-4 ഓപ്ഷൻ തരാം. ഫസ്റ്റ് റിട്ടാർഡേഷൻ ആൻഡ് ദെൻ ആക്സിലറേഷൻ തരാം. അങ്ങനെ പല രീതിയിലുള്ള ഓപ്ഷൻസ് തരാം. ശ്രദ്ധിക്കുക, ഇതിൽ ആദ്യം നമുക്ക് ഫസ്റ്റ് ആക്സിലറേഷൻ ആണ്, അത് കഴിഞ്ഞ് റിട്ടാർഡേഷൻ ആണ് ഉണ്ടാകുന്നത്. ആദ്യം ത്വരണവും പിന്നീട് മന്ദീകരണവുമാണ് ഉണ്ടാകാറുള്ളത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 18. ചെക്ക് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റോ ശരിയോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് വെദർ, ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് നെവർ ബി ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. ദൂരം ഒരിക്കലും സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലാകില്ല. ഒന്നാമത്തെ ഓപ്ഷൻ അതാണ്. ദൂരം ഒരിക്കലും സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലാകില്ല എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇത് ശരിയാണോ തെറ്റാണോ? രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. ഇഫ് ആൻ ഒബ്ജക്ട് കീപ്സ് ഓൺ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ. ഇഫ് ആൻ ഒബ്ജക്ട് കീപ്സ് ഓൺ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ, ഒരു വസ്തു ദിശ മാറാതെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൂരസ്ഥാനാന്തരം എന്തായിരിക്കും? തുല്യമായിരിക്കും. അടുത്ത നോക്കാം. മൂന്നാമത്തത്. ദ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ് ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. അതായത് സമവേഗത്തിൽ വൃത്താകരമായ പാതയിലൂടെ, വൃത്താകര പാത എന്ന് വായിക്കണം കേട്ടോ. ഇത് വൃത്താകര പാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിന് ത്വരണമുണ്ട്. വൃത്താകര പാത എന്ന് വായിക്കിയത്. ഇത് മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് എലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ് ഈസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. സമവേഗത്തിൽ വൃത്താകര പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് ത്വരണമുണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണ് ഇതിൽ ശരി, ഏതൊക്കെയാണ് തെറ്റ്?
നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ശരി. 2, 3 ശരിയാണ്. 2, 3. ഇഫ് ആൻ ഒബ്ജക്ട് കീപ്സ് ഓൺ മൂവിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ. ശരിയാണ്. ഒരു വസ്തു ദിശ മാറാതെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. എന്നാൽ രണ്ടാം നോക്കുക, ദ മൂവ്മെന്റ് ഓഫ് ആൻ ഒബ്ജക്ട് അലോങ് എ സർക്കുലർ പാത്ത് വിത്ത് യൂണിഫോം സ്പീഡ് ഇസ് ആൻ ആക്സിലറേറ്റഡ് മോഷൻ. സമവേഗത്തിൽ വൃത്താകാര പാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിന് ത്വരണമുണ്ട്. അത് ശരിയാണ്. എങ്കിൽ തെറ്റുള്ളത് ഏതാ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസ്റ്റൻസ് നെവർ ബി ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെന്റ്. അത് തിരിച്ചിട്ട് പോയി അല്ലെ. ദൂരം ഒരിക്കലും സ്ഥാനാന്തരത്തേക്കാൾ കൂടുതലായില്ല. ശരിയല്ലല്ലോ, അത് തെറ്റാണ്. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് നെവർ ബി ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ്. സ്ഥാനാന്തരം ഒരിക്കലും ദൂരത്തേക്കാൾ കൂടുതലായില്ല. അത് ഒപ്പമാകാം, പക്ഷെ ഒരിക്കലും ദൂരത്തേക്കാൾ കൂടുതലായില്ല. അതാണ് വേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് നെവർ ബി ഗ്രേറ്റർ ദാൻ ഡിസ്റ്റൻസ് എന്നുള്ളതാണ് ശരിയായത്. അത് ഒന്നാമത്തേത് തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 19. In which of the following case of motion the distance moved and the magnitude of the displacements are equal? താഴെ പറയുന്ന ഏത് ചലന സന്ദർഭങ്ങളിലാണ് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കുക? താഴെ പറയുന്ന ഏത് ചലന സന്ദർഭങ്ങളാണ്? ഞാൻ നേരത്തെ പറഞ്ഞു ദൂരവും സ്ഥാനാന്തരവും ചിലപ്പോൾ തുല്യമാകാം. അപ്പോൾ ഏത് സന്ദർഭങ്ങളിലാണ് ഇവിടെ സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കുക? ഇവിടെ 4 ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇഫ് ദ കാർ ഈസ് മൂവിങ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്, നേരായ റോഡിലൂടെ കാർ സഞ്ചരിക്കുകയാണെങ്കിൽ. ഇഫ് ദ കാർ ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ പാത്ത്, കാർ വൃത്താകാര പാതയിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ. ഇത് പെൻഡുലം ഈസ് മൂവിങ് ടു ആൻഡ് ഫ്രോ, പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നത്, പെൻഡുലം ചലിക്കുന്നതുകൊണ്ട് അത്. അടുത്തത് ഇത് എർത്ത് ഈസ് മൂവിങ് അറൗണ്ട് ദ സൺ, ഭൂമി സൂര്യനെ ചുറ്റുന്നത്. ഇത് ശരിയായ ഉത്തരം ഏതാണ്? കൃത്യമായ ദിശയിലൂടെ പോകുന്നത് ഏതായിരിക്കാം? ഇവിടെ ഏത് ചലന സന്ദർഭങ്ങളാണ് സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കുക? എർത്ത് ഈസ് മൂവിങ് അറൗണ്ട് ദ സൺ, ഭൂമി സൂര്യനെ ചുറ്റുന്നതാണ്. ഇതിൽ സഞ്ചരിച്ച ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കുന്നത് ഏത് സന്ദർഭങ്ങളാണ്? ദി എർത്ത് ഈസ് മൂവിങ് അറൗണ്ട് ദ സൺ എന്നുള്ളതാണ്. അപ്പോൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മുഴുവൻ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള NMMS സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട നോട്ട്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി താഴെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക.